യാത്രക്കാർക്ക് ഏറെ പ്രയോജനകരമായിരുന്ന കെഎസ്ആർടിസിയുടെ ട്രാവൽ കാർഡ് വിതരണം നിലച്ചു. ഇന്റർനെറ്റ് പ്രശ്നം മൂലം UPI ഇടപാടുകളാകട്ടെ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. യാത്രക്കാർക്കും കണ്ടക്ടർമാർക്കും വളരെയേറെ സൗകര്യപ്രദമായിരുന്നു ട്രാവൽ കാർഡ്. വളരെ വേഗം കണ്ടക്ടർക്ക് ടിക്കറ്റ് നൽകാനും കഴിഞ്ഞിരുന്നു. മുൻകൂർ പണമടച്ച് ട്രാവൽ കാർഡ് എടുക്കുന്നതിനാൽ യാത്രയ്ക്ക് പണം കയ്യിലില്ലെങ്കിലും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. കെഎസ്ആർടിസിയുടെ ട്രാവൽ കാർഡിനെതിരെ പല കോണുകളിൽ നിന്നും എതിർപ്പുയർന്നിരുന്നു. ബാഹ്യ സമ്മർദ്ദം മൂലമാണ് ട്രാവൽ കാർഡ് വിതരണം നിർത്തിവെച്ചതെന്ന ആക്ഷേപവും ജീവനക്കാർ ഉയർത്തുന്നുണ്ട്. ബസ്സുകളിൽ ടിക്കറ്റ് എടുക്കുന്നതിന് UPI വഴിയുള്ള സംവിധാനം നടപ്പിലാക്കിയത് മുതൽ യാത്രക്കാർ ടിക്കറ്റ് തുക കൈവശം കരുതാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. UPI ഇടപാടുകൾ പലവിധ കാരണത്താൽ കൃത്യമായും സമയബന്ധിതമായും നടക്കാത്തതിനാൽ യാത്രക്കാരും ജീവനക്കാരും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവുകയും പല രീതിയിലുള്ള പരാതികൾക്ക് ഇടവരുത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്റർനെറ്റ് കിട്ടിയില്ലെങ്കിൽ UPI ഇടപാട് നടക്കില്ല. പലപ്പോഴും UPI മുഖേന ബസ് ചാർജ് അടച്ചാലും ടിക്കറ്റ് ATM റിലീസ് ചെയ്യാറില്ല. യാത്രക്കാരന്റെ പണം നഷ്ടമാകുമെന്നതിനേക്കാൾ ഇത് യാത്രക്കാരും കണ്ടക്ടർമാരും തമ്മിലുള്ള വഴക്കിനും ഇടയാക്കുന്നു. മാത്രമല്ല 3 മിനിറ്റോളം സമയമെടുക്കുകയും ചെയ്യുന്നു. തിരക്കുള്ള ബസ്സുകളിൽ ഇത് വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. UPI ഇടപാട് നടത്താമെന്നതിനാൽ ടിക്കറ്റിന്റെ പണം കയ്യിൽ കരുതാത്തവർ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടിയും വരുന്നു. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിനായും കുറ്റമറ്റ രീതിയിൽ പൊതുജനങ്ങൾക്ക് സേവനം നൽകുന്നതിനു വേണ്ടിയും ഓഫ്ലൈൻ മുഖേനയും UPI സ്വീകരിക്കുന്നതിന് വേണ്ട മാറ്റങ്ങൾ ATM-ൽ നടപ്പിലാക്കണമെന്ന് ജീവനക്കാർ ആവശ്യപ്പെടുന്നു. വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവതരിപ്പിച്ച സ്റ്റുഡന്റ് കാർഡിൽ വിദ്യാർത്ഥിയുടെ യാതൊരുവിധ വിവരങ്ങളോ എവിടെ മുതൽ എവിടെ വരെയാണ് യാത്ര അനുവദിച്ചിട്ടുള്ളത്, കാലാവധി എന്നിവയെപ്പറ്റിയുള്ള അടിസ്ഥാന വിവരങ്ങളില്ല എന്നതിനാൽ ഇത് ദുരുപയോഗം ചെയ്യപ്പെടുന്നുവെന്ന പരാതിയും ജീവനക്കാർ ഉന്നയിക്കുന്നു. UPI ഇടപാട് നടക്കാതെ വരികയും ടിക്കറ്റ് എടുക്കാൻ യാത്രക്കാരന്റെ പക്കൽ പണമില്ലാതെ വരികയും ചെയ്താൽ നിലവിലെ നിയമപ്രകാരം ടിക്കറ്റ് ഇല്ലാതെയുള്ള യാത്ര കുറ്റകരമാണ്. ടിക്കറ്റ് തുക ഇല്ലാത്ത യാത്രക്കാരെ ബസ്സിൽ നിന്നും ഇറക്കിവിടുകയോ അതിന് തയ്യാറാകാത്തവരെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയോ ചെയ്യണമെന്നാണ് നിയമം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ കണ്ടക്ടർ കുറ്റക്കാരനാകുമെന്നതാണ് സ്ഥിതി. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ട്രേഡ് യൂണിയനുകളുമായി ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനമെടുക്കണമെന്ന് ITF പ്രസിഡന്റ് ശ്രീഷാദ് CMD-ക്ക് നിവേദനം നൽകി.